ഷഹനാസിന്റെ പരാതിയിൽ അത് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, എങ്ങനെയാണ് BJP CPM ഈ വിഷയത്തെ ഷാഫിക്കെതിരായി ഉപയോഗിക്കുന്നത്? ധന്യ, തീർച്ചയായും ഷാഫിക്കെതിരായുള്ള ഒരു അസ്ത്രമായി ഇപ്പോൾ ഈ വിഷയത്തെ BJPയും അതോടൊപ്പം തന്നെ CPM ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് ഷഹനാസ് ഇക്കാര്യം നേരത്തെ തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന മുറയ്ക്ക് തന്നെ ആ സമയത്ത് തന്നെ ഇത് ഷാഫി പറമ്പിലിനെ ഇക്കാര്യം അറിയിച്ചെങ്കിലും ഷാഫി അത് കാര്യമായി എടുക്കാതെ ഷാഫിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചതെന്നുള്ളതാണ്. ഇപ്പോഴും ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത്. അതായത് ഇൻ സുരേഷ് ബാബു പറയുന്നത് അദ്ദേഹം ഹെഡ്മാഷാണ്. അതായത് ഈ രാഹുലിന്റെ ഹെഡ്മാഷായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഹെഡ്മാഷാണ് ഇപ്പോൾ അതാരാണെന്ന് ഷാഫി പറമ്പിലാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ CPM. അതോടൊപ്പം തന്നെ ഈ ഫെനി നയനാനും ഫെനിയും അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഒരു പെൺവാണിഭ സംഗമത്തിന്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നുള്ള ഈ ഫെനി അറിയാതെ രാഹുൽ ഒന്നും ചെയ്യില്ല. ഇവർക്ക് കൃത്യമായി ഷാഫി പറമ്പിലിന്റെ കൃത്യമായ ഒരു പിന്തുണ ഇവർക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ BJP ജില്ലാ അധ്യക്ഷൻ ഒക്കെ പറയുന്നത് ഇപ്പോഴും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒഴിവിൽ കഴിയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഷാഫിയുടെ അടക്കം ഫോണുകൾ പരിശോധിക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്തേക്ക് ഷാഫിയിലേക്ക് കൂടി വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ ഷാഫിയിലേക്ക് കൂടി കൃത്യമായി ആരോപണം കൊണ്ടുവയ്ക്കുകയാണ് ഇപ്പോൾ BJPയും പാലക്കാട്ട് BJPയും CPMഉം ഒക്കെ ഉള്ളത്. അതിന്റെ ഒരു കൃത്യമായ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വരുന്നത്. ധന്യ. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.